ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങി ഇളയ ദളപതി വിജയ്. തമിഴ്നാട്ടിലുടനീളം കാൽനടയായി യാത്ര ചെയ്ത് ജനങ്ങളെ നേരിട്ട് കാണാനാണ് താരത്തിന്റെ പദ്ധതി. ഇതിന്റെ ഭാഗമായി വിജയ് അധ്യക്ഷനായ തമിഴക വെട്രി കഴകം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉടൻ നടത്തും. സംസ്ഥാന സമ്മേളനത്തിന് പുറമെ 4 സോണൽ സമ്മേളനങ്ങളും പാർട്ടി നടത്തും. ട്രിച്ചിയിലായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുക. ഇതിനു പുറമെ തമിഴ്നാട്ടിലെ 100 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം കാൽനടയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിലായിരിക്കും വിജയുടെ കാൽനട യാത്രയും. ജനങ്ങളെ നേരിട്ട് കാണുന്ന രീതിയിലായിരിക്കും വിജയുടെ യാത്ര. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ തമിഴക വെട്രി കഴകത്തിന്റെ ഒരു സമ്മേളനം പോലും താരം വിളിച്ചിരുന്നില്ല. നേരത്തെ താരത്തിന്റെ 50ാം പിറന്നാൾ ദിനത്തിൽ പാർട്ടിയുടെ മഹാസമ്മേളനം മധുരയിൽ വിളിക്കുമെന്നായിരുന്നു സൂചനയെങ്കിലും അത് സംഭവിച്ചില്ല. കള്ളക്കുറിശ്ശിയിലെ മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷം താരം മാറ്റിവെച്ചിരുന്നു. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിജയ്ക്ക് അനുകൂലമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കള്ളക്കുറിശ്ശി മദ്യദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച താരം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള തന്റെ ആദ്യ നിലപാടാണ് വ്യക്തമാക്കിയത്. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി വിജയ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തമിഴ്നാടിനെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ താരം തുറന്നടിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത വിജയ് വേദിയിൽ കയറാതെ സദസ്സിലുണ്ടായിരുന്ന ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്നതും വലിയ ചർച്ചയായി. ദളിത് വോട്ട് ബാങ്കാണ് താരം ലക്ഷ്യം വയ്ക്കുന്നതെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് താരത്തിന്റെ നിലപാടുകൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട BSP നേതാവ് ആംസ്ട്രോങ്ങിന്റെ മരണത്തെ വിജയ് അപലപിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും കാൽനട യാത്രയും സമ്മേളനങ്ങളും നടത്തി ഒരു മികച്ച മാസ് എൻട്രി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടത്താൻ തന്നെയാണ് താരത്തിന്റെ നീക്കം. നീറ്റ് പരീക്ഷയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിജയ് രംഗത്തെത്തിയിരുന്നു. നീറ്റ് വിദ്യാർത്ഥി വിരുദ്ധ പരീക്ഷയാണെന്നും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്നും വിജയ് കുറ്റപ്പെടുത്തിയിരുന്നു. ജനങ്ങൾക്കിപ്പോൾ നീറ്റ് പരീക്ഷയിൽ വിശ്വാസമില്ല. ഈ രാജ്യത്തിന് നീറ്റ് ആവശ്യമില്ല. നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ല പരിഹാരം. നീറ്റ് പരീക്ഷയ്ക്കെതിരെ സംസ്ഥാന നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരത്തെ കേന്ദ്ര സർക്കാർ ബഹുമാനിക്കണം. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരണം. ഇതിലൂടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം പരീക്ഷാ കാര്യത്തിൽ ലഭിക്കുമെന്നും വിജയ് പറഞ്ഞു. എന്തായാലും കാൽനട യാത്രയായി തന്നെ ജനങ്ങളെ കാണാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട് ഘടകം വിജയ്ക്ക് അനുകൂലമാണെന്ന് തന്നെയാണ് പൊതുവികാരം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിജയ് മുന്നിട്ടിറങ്ങുന്നതും. താരത്തിന്റെ ഈ ഒരു സമ്മേളനം നേരത്തെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നീടത് മാറ്റിവെക്കുകയായിരുന്നു.